പറഞ്ഞ ഒരുപാട് പാട്ടുകൾ ഓണ സമയത്ത് വരണമെങ്കിലും ഇപ്പോഴും ആ തരങ്ങിണിയുടെ ഉത്രാടപ്പൂനിലാവേക്ക് ഇല്ലാതെ നല്ല മാമ്പൂ പാടും പൂത്തടി പെണ്ണെ. സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പാടുന്നു, പക്ഷെ സ്റ്റേജിൽ പാടുന്നു ശരിയാകുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജയൻ അത് പാടിച്ചേണ്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പുറത്ത് പറഞ്ഞു. ലൈവ് പാടുന്നതിനപ്പുറം അവിടെ റെക്കോർഡഡ് സാധനം പുറകിലിട്ടിട്ട് ശരിക്കത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ആർട്ടിസ്റ്റ് പാട്ടുകാരൻ പാട്ടുകാരി എന്നും പറയുന്നത് അർത്ഥമില്ല. SPB സാറ് വെട്ടിച്ചിങ്ങനെ ഞാനിങ്ങനെ വിറയ്ക്കാണ്. എന്നിട്ട് പുള്ളി പറയാം, ആശാജി പ്ലീസ് പാർഡൺ മീ ഇഫ് ഐ മേക്ക് മിസ്റ്റേക്സ്. വളരെ ചെറുപ്പകാലത്ത് തന്നെ ഗാനമേള രംഗത്ത് സജീവമായിരുന്ന, പിന്നീട് സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ഗായിക രാജലക്ഷ്മി മാമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാം വെൽക്കം. താങ്ക് യു. അപ്പം ഓണം വരാൻ പോകുന്നു, ഗായിക എങ്ങനെയാണ്? ഗായകർക്ക് ഓണവും ക്രിസ്മസും അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഫെസ്റ്റിവൽ വന്നാലും നമ്മൾക്ക് നിറയെ പരിപാടികളും ഓണം റെക്കോർഡിങ്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വർഷവും ഓണം, യാത്രകളും ഒക്കെ ആയിരിക്കും. പിന്നെ മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട്, ക്രിസ്മസ് വരെ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാം. കാരണം നമ്മുടെ നാട്ടിലെ ഓണാഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ളവരൊക്കെ ഓണം ആഘോഷിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പം മാം വളരെ ചെറുപ്പം മുതലേ ഈ ഒരു ഗാനരംഗത്തുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഗാനമേള രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തിയപ്പോൾ മാമിന് ഒരു ഭയങ്കര ഹൈപ്പ് കിട്ടിയൊരു പാട്ടായിരുന്നു നല്ല മാമ്പൂക്കാലം എന്നുള്ള ആ ഒരു പാട്ട്. അപ്പം നമുക്ക് ആ പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. നല്ല മാമ്പൂ പാടം പൂത്തിടി പെണ്ണെ കുഞ്ഞു മഞ്ഞക്കിളിക്കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ എൻ്റെ ഞാവൽ തോട്ടം കായ്ക്കണ കാലം തത്തമ്മയ്ക്ക് താലി കെട്ട് പോവാലോ മുക്കുത്തിക്ക് മുത്തു കൊരുക്കാൻ. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പഴയ പാട്ടിൻ്റെ ഒരു ശീലമുള്ള അങ്ങനത്തെ ഒരു മൂഡിലുള്ള പാട്ടാണ്. ഇതിന് ഹൈപ്പൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ പക്ഷെ അത് ഒരുപാട് കാലം ആളുകൾ പാടി നടന്നു, ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിരുന്നു ആ പാട്ട്. തീർച്ചയായിട്ടും അത് റേഡിയോയിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെയുള്ള ആ ഒരു പാട്ടിലുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പാടിയപ്പോൾ? അയ്യോ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ ലേൺഡ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ, വളരെ എക്സ്പീരിയൻസും സീനിയോറിറ്റിയും ഒക്കെ ഉള്ള ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ജയൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാമിന് പോകുമായിരുന്നു. ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിന് ഞാൻ ആ സമയത്ത് ഞാൻ എറണാകുളത്ത് ഉള്ള ഒരു സമയത്ത് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. ഓണം സമയമാണ് അത് ഓണക്കാലത്താണ്. അപ്പോൾ ഓണം പ്രോഗ്രാമിന് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ജയൻ ചേട്ടൻ്റെ പ്രോഗ്രാമിന് പാടാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ അതുതന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഇതായിരുന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു തിരിച്ച് എറണാകുളത്തേക്ക് പോണതിന് മുമ്പ് ഇങ്ങനെ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജയൻ ചേട്ടൻ്റെ അടുത്ത് പോയി. അദ്ദേഹം ഒരു എന്താ പറയുക, ഇപ്പം ദേവരാജ മാസ്റ്ററിൻ്റെയൊക്കെ ശിഷ്യനും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് പാട്ട് നേരിട്ട് ഹാർമോണിയമൊക്കെ വെച്ച് പഠിപ്പിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എടുക്കാവുന്ന ഒരു ക്വാളിറ്റിയെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ജയൻ ചേട്ടൻ ഒരു 100% കുറഞ്ഞുള്ള ഒരു പെർഫെക്ഷൻ ജയൻ ചേട്ടനില്ല. എല്ലാവർക്കും അത് അറിയാം. കാരണം ഒരു സിംഗറിൻ്റെ ഏറ്റവും നല്ലത് ഒപ്പിയെടുക്കാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണെങ്കിലും ഇപ്പം മൃദുലയ്ക്ക് അവാർഡ് കിട്ടിയതും ജയൻ ചേട്ടൻ്റെ പാട്ടാണ്. വിജയലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഫീമെയിൽ സിംഗേഴ്സ് എസ്പെഷ്യലി ജയൻ ചേട്ടൻ്റെ പാട്ടിനാണ് എപ്പോഴും അവാർഡ് വിൻ ചെയ്യാറുള്ളത്. ഈ 2011 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ജയൻ ചേട്ടൻ്റെ പാട്ടിന് ജനഗനില്ലേ. അപ്പോൾ ആ പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തത് അദ്ദേഹത്തിനൊപ്പം ഉള്ളത് ഈ ഒരു പാട്ടായിരുന്നു അതോ ഇടയിൽ? അല്ല, അതിനിടയിൽ ഞാൻ കഥാസംവിധാനം കുഞ്ചാക്കോ എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ വിനീത് ശ്രീനിവാസൻ്റെ കൂടെ ഒരു ഡുവറ്റ് പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ജനഗനിലെ പാട്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വലിയൊരു ഉത്തരമായിരിക്കും. കാരണം വെച്ചാൽ ഞാൻ ചെറിയ പ്രായം തൊട്ട് പാടുന്നുണ്ട്, സ്റ്റേജ് ഷോസിന് പാടുന്നുണ്ട്. TV ആദ്യമായിട്ട് ദൂരദർശൻ വന്നപ്പോൾ അതിൽ ഹംസധ്വനി എന്നുള്ള ഒരു പരിപാടിയിൽ വന്ന്, അപ്പോൾ അങ്ങനെ അതിലൂടെ വന്നു. പക്ഷേ
സിനിമയിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവസരം കിട്ടാനോ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ട്രാക്ക് ഇപ്പം എറണാകുളത്ത് ഉള്ള ആ സമയത്തുള്ളവർക്കൊക്കെ അറിയാം, ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ട്രാക്ക് പാടാനും കോറസ് പാടാനും ഭക്തിഗാനങ്ങൾ പാടാനും ഒക്കെ. അതുപോലെ വൈകുന്നേരമായ മിക്കവാറും എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സമയം. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമയിൽ വന്നു ചേരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അങ്ങനെ അവസരങ്ങൾ വന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കെന്തോ ഒരു മടുപ്പ് പോലെ തോന്നുന്നു. കാരണം നമ്മുടെ അല്ലാത്ത കാരണങ്ങളാൽ പലപ്പോഴും പല സ്ഥലത്തുനിന്ന് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പം ഇങ്ങനെ ഒരു ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ശരിക്കും ഞാൻ ജയൻചേട്ടനെ പരിചയപ്പെടുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു 2 പാട്ട് പഠിച്ച് മൂന്നാമത്തെ പാട്ട് ഒരു സോളോ സോങ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആ സിനിമയിൽ ഒരു പാട്ടേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജയൻചേട്ടൻ അത് പാടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് ഇത് പുറത്ത് പറഞ്ഞാൽ മതി, കാരണം അത് ഉറപ്പില്ല, അത് ചിലപ്പോൾ അത് മറ്റാരെങ്കിലും പാടാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ, ഈശ്വര ഇത് എൻ്റെ വോയിസ് തന്നെ, ഇത് വെക്കണേ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അത് റെക്കോർഡ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ആ പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് അപ്പോഴും ഞാനാണ് പാടിയതെന്ന് ആർക്കും അറിയില്ല, അത് റേഡിയോയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മലയാള സിനിമയിൽ ഒരു വലിയ സമരമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളും, അപ്പം വേറെ പടങ്ങളൊന്നും റിലീസ് ചെയ്തില്ല, ഈ പടം മാത്രമേ അപ്പോൾ ഓടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ട് കുറച്ച് നാൾ അങ്ങനെ നിന്നു. അതായത് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുന്ന സിനിമയെ അടുത്ത കൊല്ലം ജൂൺ സമയത്തൊക്കെയാണ് അവാർഡ് വരണേ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ഭയങ്കര ശരിക്കും ഹൈപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആ അവാർഡ് തന്നെയാണ്. അത് കിട്ടിയപ്പോഴാണ് ഇത് രാജലക്ഷ്മി ആണല്ലേ പാടിയത്. അപ്പോൾ കുറേ പേരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു രാജി മെയിൻ സ്ട്രീമിലേക്ക് വരണം എന്ന്. അപ്പോൾ എന്തായാലും അത് സംഭവിച്ചല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അവാർഡ് വന്നതും. ആ പാട്ട് അതിൻ്റെ എപ്പോഴും കടപ്പാട് എം ജയചന്ദ്രൻ ചേട്ടനോട് തന്നെയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അച്ഛൻ മകൾ ആ ഒരു സ്നേഹത്തിന്റെ പാട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെ അതെ. പിന്നെ ഇപ്പൊ ഈ ട്രാക്ക് പാടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പം പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, ട്രാക്ക് പാടാൻ ഒരാളെ വിളിച്ചിട്ട് പിന്നീട് ആ മാറ്റി വേറൊരാളെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ ആ ട്രാക്ക് പാടിയ ആൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ മീൻസ് അവരുടെ സൗണ്ട് പുറത്തോട്ട് വരുന്നില്ലല്ലോ എന്നുള്ള. അപ്പൊ അങ്ങനെ സിനിമയിലെ സ്റ്റാർട്ടിങ് ഏജിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു പണി, ട്രാക്ക് പാടുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ചില പാട്ട് നമ്മൾ പാടുമ്പോൾ നമുക്ക് ഓർക്കും, അയ്യോ ഇത് എനിക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ അയ്യോ ഇതെനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പാടും. നമ്മൾ നന്നായിട്ട് പാടാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചില പാട്ടുകൾ ഇപ്പം ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിയൊക്കെ പാടി കഴിയുമ്പോൾ അവർ ആ സമയത്ത് എന്നെ എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ പറയും, മോള് അന്നൊരു പാട്ട് പാടി ഇട്ടുണ്ടായിരുന്നില്ല, അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ 1-2 പാട്ടുകൾ ഇതേപോലെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇത് വെക്കും എന്ന് വളരെ എന്താ പറയുക അവസാന ഘട്ടം വരെ വന്നിട്ട് പിന്നെ അത് ഇറങ്ങുന്ന സമയത്ത് വേറൊരു ആൾ പാടുന്നു. അതൊക്കെ നമുക്ക് എൻ്റെ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ എനിക്ക് അത് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മൾക്ക് മുമ്പേ ഉള്ള പാട്ടുകാരൊക്കെ എത്രയോ അങ്ങനെ അനുഭവിച്ചു. ഇപ്പോഴും വോയിസ് മാറ്റി സിനിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ആരും സ്ഥിരമല്ലല്ലോ ഇവിടെ. അത് മാത്രമല്ല, പക്ഷെ ആ സമയത്ത് നമുക്ക് കുറച്ച് എനിക്ക് സങ്കടമൊക്കെ, ഞാനിന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. അയ്യോ അവരങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും മാറ്റിയല്ലോ. അപ്പോൾ അമ്മ പറയാം, പോട്ടെ മോളെ സാരില്ല, നമുക്ക് ഇനിയും പാടാം, അവസരങ്ങൾ ഇനിയും വരും എന്ന് പറയും. സിനിമ എന്ന് പറയുന്നത് ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു സാഗരമാണ്. അതിൽ നമുക്ക് കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിട്ട് കൂടെ മാം പാടി ഒരുപാട് പാട്ടുകൾ ഹിറ്റായി, ആളുകളുടെ മനസ്സിൽ നമ്മൾ ഇന്നും റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകളുണ്ട്. എന്നിട്ടും സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ സിനിമയിൽ പാട്ടങ്ങനെ പറയത്തക്ക പാട്ടുകൾ ഇപ്പം ഞാനൊക്കെ പാടുന്ന സ്റ്റൈലിലെ പാട്ടുകൾ വളരെ കുറഞ്ഞു. ഇന്ന് എന്താ പറയുക, പാട്ടുകൾ ചുരുങ്ങി ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു തീമിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് അതിലേക്കൊക്കെ മാറി ഒരുപാട്. ഇപ്പം നമ്മുടെ ജീവിതം മാറിയ പോലെ തന്നെ മലയാള സിനിമയിൽ മാറ്റം വന്നു, പാട്ടുകൾക്ക് മാറ്റം വന്നു. കുറച്ച് പാട്ടുകാരും ഒരുപാട് പാട്ടുകളുമായിട്ടുണ്ടായിരുന്ന മലയാള സിനിമ ഇപ്പം
ഒരു സിനിമയിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ ഒരു അര ഉണ്ടാവുള്ളൂ, അത് തന്നെ പല ഭാഗത്തായിരിക്കും, അതൊരു 5 പാട്ടുകാരായിരിക്കും അത് പാടിയിരിക്കണേ. അപ്പോൾ അവർക്കൊരു ഐഡൻറ്റിറ്റി വരുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടും കൂടിയായിരിക്കും. ഇപ്പം പല സംഗീത സംവിധായകരോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട് വെച്ചാൽ അങ്ങനെ ഒരു മ്യൂസിക്കലി അങ്ങനത്തെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയും കുറവാണ്. അപ്പോൾ സിനിമയ്ക്ക് പാട്ട് ആവശ്യമുണ്ടെങ്കിലേ പാട്ട് വെക്കേണ്ട കാര്യമുള്ളൂ, അതും കൂടി ഉണ്ടല്ലോ, വെറുതെ പാട്ടിടേണ്ട കാര്യമില്ല. അപ്പം പല സിനിമകളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പാട്ടിലൂടെ കഥ പറയേണ്ട ആവശ്യം പോലും ചില സിനിമയ്ക്ക് ഇല്ല. അപ്പം പിന്നെ എന്തിനാണ് കുത്തിക്കയറ്റി പാട്ടുകളും അതും മോശമാണ്. പക്ഷെ ആ ഒരു പഴയൊരു കാലഘട്ടത്തിൽ 90s അല്ലെങ്കിൽ ഒരു 2000 തുടങ്ങുന്ന പാട്ടിലുണ്ട് കഥ. ഒരു പാട്ടൊന്നും മാറ്റി വെച്ചാൽ പടം ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മാറി. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കോമൺ ആയിട്ടിരുന്ന് ഇത് ചർച്ച ചെയ്യാറുണ്ട്, എന്താണ് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ പാട്ടുകൾ കുറയുന്നത്. കാരണം തമിഴിൽ ഹിന്ദിയിലൊക്കെ നല്ല പാട്ടുകളും നല്ല വർക്കുകളും നമ്മളിപ്പോൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മലയാളത്തിൽ അത്രയും നല്ല ഒരു സ്കോപ്പ് പാട്ടുകൾക്ക് ഇപ്പോൾ കുറവാണ്. അതുപോലെ ഞാൻ മുന്നൊരു ഇൻ്റർവ്യൂവിൽ മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനോൻ പറഞ്ഞൊരു കാര്യമാണ്, മലയാളത്തിൽ ഈ പാട്ടുകൾ വിഷ്വലൈസ് ചെയ്യുന്നത് വളരെ മനോഹരമായി വിഷ്വലൈസ് ചെയ്യുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ്. അതുപോലെ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാട്ട് സീനിലായിരിക്കും സാക്രിഫൈസ് ചെയ്യുക. ഓക്കെ, ഒരു 5 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തതാണ്, ഒരു 2 ദിവസം ആക്കിയിട്ട് ചുരുക്കി പാട്ടിലാണ് അവർ സാക്രിഫൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു വിഷ്വലൈസേഷന് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ സിനിമയിലെ സിനിമ കഥ പറയാൻ വേണ്ടി പാട്ട് എന്താ പറയുക ആവശ്യമില്ലാത്ത ഒരു ഇതിലേക്ക് എത്തിയില്ലേ, അതൊക്കെ ഇപ്പം കൈലാസ് പറഞ്ഞായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഒരു പാട്ട് അതിനെ ഒരു 4 കഷ്ണാക്കി മുറിക്കുമ്പോൾ തന്നെ ആ പാട്ടിൻ്റെ ആ ഒരു ഭംഗി പോയി. സിനിമ കാണുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അതങ്ങനെ അങ്ങനെ മതി. പിന്നെ സെൻസർ ചെയ്ത് ഇതിനൊക്കെ വരുമ്പോഴേക്കും വീണ്ടും അത് കട്ട് ചെയ്ത് അതൊക്കെ ഒരു ഘടകം തന്നെയാണ്. അപ്പം മാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു 9 വയസ്സ് ആ ഒരു പ്രായത്തിൽ തന്നെ ഗാനമേളയിലേക്ക് ആ പാട്ടുകളിലേക്ക് വന്ന ഒരാളാണ്. അപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം സിനിമയിലെത്തി ഇപ്പോഴും ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മാറ്റം എങ്ങനെയാണ്? ഇപ്പം ടെക്നോളജി ആയാലും ഒരുപാട് മാറി, അതെങ്ങനെയാണ് മാമിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്? അയ്യോ, ഭയങ്കര മാറ്റമല്ലേ വന്ന്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ 9 വയസ്സിൽ ആണ് ഗാനമേളയല്ലേ അന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുൾ ഓർക്കസ്ട്രയൊക്കെ വെച്ച് അതാണ്. അപ്പോൾ അതിൽ ഞാൻ കൊച്ചിൻ കലാഭവനിൽ ആണ്. ഒരുപാട് ട്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള താൻസൺ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലാണ് ആദ്യം പാടുന്നത്. പിന്നെ കലാഭവൻ, കൊച്ചിൻ മെലഡീസ്, CAC, കൊച്ചിൻ ബീറ്റേഴ്സ്, ഹരിശ്രീ, അങ്ങനെ ഒട്ടുമിക്ക ആ സമയത്തെ ഹിറ്റായിട്ടുള്ള എല്ലാ ട്രൂപ്പുകളിലും ഞാൻ ഈ ചെറുപ്രായത്തിലെ പാടിത്തുടങ്ങി. പിന്നെ അതിനുശേഷം പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ അവരുടെ ഫീമെയിൽ സിംഗേഴ്സായിട്ട്, അത് ഇപ്പോൾ ദാസാറ് വരെയുള്ളവരുടെ കൂടെ ഞാൻ കുറേ നാൾ അങ്ങനെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ആ ഒരു ഭയങ്കര വളരെ ചേഞ്ചായി. എന്താ പറയുക, കൂടുതലും ബാൻഡ് ഷോസും യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണ ഒരു കാര്യം വെച്ചാൽ ഞാൻ ഈ റിയാലിറ്റി ഷോസൊക്കെ വന്ന സമയത്ത്, അപ്പം ഞാൻ കൂടുതലും മെലഡീസൊക്കെ പാടുന്ന ഒരു ഗായിക ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഔട്ടായി പോട്ടോ. അപ്പം രാരശ്മി ഒരു സ്റ്റേജിൽ നല്ല ഡാൻസൊക്കെ കളിച്ച് തിളങ്ങണ ഉടുപ്പൊക്കെ ഇട്ട് ചാടി തുള്ളി കളിച്ചൊക്കെ പാടണം, അല്ലെങ്കിൽ ഇത് വെറുതെ ആവട്ടെ, ഒന്നും ആവില്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ട്രാക്കിൽ തന്നെയാണ് നിന്നത്. കാരണം എന്ത് കാര്യം നമ്മൾ അടിച്ച് പൊഴിപ്പിച്ച് ചെയ്യണതുകൊണ്ട് അത് വളരെ വൃത്തികേടല്ലേ. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ ഡാൻസ് ചെയ്തും പെർഫോം ചെയ്ത് പാടാം, അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ ഞാൻ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടൊക്കെ ഭയങ്കര ബോറായിരിക്കും അത്, അതിനൊന്നും ഞാൻ മെനക്കെടുകയില്ല. അപ്പോൾ അങ്ങനെ പലരും ഒരു സമയത്ത് ഈ ട്രെൻഡ് മാറിയപ്പോൾ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കണേ എനിക്ക് എൻ്റെ വഴി ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് നമ്മളങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഇപ്പോഴും ഞാൻ പോകുന്ന പ്രോഗ്രാംസ് ആണെങ്കിലും ആ ഒരു ഫൈൻ ആർട്സ് പ്രോഗ്രാം അങ്ങനത്തെ ഒരു ഓഡിയൻസിനുള്ള അങ്ങനത്തെ ഓഡിയൻസൊക്കെ എപ്പോഴും ഉണ്ട്. നമ്മൾ ഇപ്പം എല്ലാ ടൈപ്പ് ഓഡിയൻസും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ മാറിയില്ലെന്ന് വെച്ചിട്ട് എനിക്കങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സെയിം ടൈം ഞാനും ഈ പറഞ്ഞ എല്ലാ പുതിയ ട്രെൻഡ് ബാൻഡ് ഷോസൊക്കെ ഞാനും ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് എല്ലാവരുടെയും പ്രോഗ്രാം വരുമ്പോൾ ഞാൻ
പോയി തുള്ളാറും അവരുടെ കൂടെ അടിച്ചു പൊളിക്കാറൊക്കെ ഉണ്ട്. റാപ്പേഴ്സ്, മലയാളം റാപ്പേഴ്സൊക്കെ ഇപ്പോൾ വളരെ മലയാള ട്രെൻഡാണ്. സിനിമയില് റാപ്പ് കൾച്ചർ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സിനിമയിലും ഒരു റാപ്പ് സോങ് എങ്കിലും മുക്കാലും ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ ആ ഒരു കൾച്ചർ ചേഞ്ച് ശരിക്കും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലായിടത്തും ചേഞ്ച് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പാട്ടിലും ഇതിൽ നിന്നും വന്നുകൂടാ, അങ്ങനെ ചിന്തിക്കാം. അപ്പം ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നു, കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നു. നമ്മൾ അവർ ആരെയും അങ്ങനെ കമ്പയർ ചെയ്യാനോ വിലയിടാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം ഞാനതെല്ലാം എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്കെൻ്റെ വഴിയുണ്ട്, എൻ്റെ ഓഡിയൻസ് ഉണ്ട്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഞാൻ എല്ലാവരോടും അത് നമ്മുടെ ജൂനിയേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നു, എനിക്കുള്ള ഓഡിയൻസ് എപ്പോഴും എനിക്കുണ്ട്, നിങ്ങൾക്കുള്ള ഓഡിയൻസ് ഉണ്ട്. ഇതൊരു വലിയൊരു സമുദ്രം പോലെ ഇങ്ങനെ ആയി. ഇപ്പോഴത്തെ ബാൻഡ് ഷോസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പണ്ട് ഗാനമേളകൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് ലൈവായിട്ട്, ഇപ്പം പറഞ്ഞ പോലെ ഓർക്കസ്ട്ര വെച്ചിട്ട് ലൈവായിട്ട് പാടുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ബാൻഡ് ഷോസിലേക്ക് അങ്ങനെയൊക്കെ വരുമ്പം കുറേയൊക്കെ ലൈവ് പാടുന്നതിനപ്പുറം അവിടെ റെക്കോർഡഡ് സാധനം പുറകിലിട്ടിട്ട് ഇടയ്ക്ക് പാടുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഇപ്പം അവർ തന്നെ പാടിയ പാട്ടുകളായിരിക്കും, പക്ഷെ ലൈവായിട്ടുള്ള ഒരു എനർജി കുറയുന്നുണ്ടോ പാട്ടിന്റെ? ഇല്ല, അത് ശരിക്കും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും എന്നെപ്പോലുള്ള ആൾക്കാർ അത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ പാടിയ തന്നെ പാട്ട്, പക്ഷേ ലൈവിൽ അത് പ്ലസ് ട്രാക്ക് ഇട്ടിട്ട് അത് ഒട്ടുമേ ശരിയല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത്രമാത്രം ശ്രദ്ധിച്ചൊരു പാട്ട് പഠിച്ചൊരു ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ആർട്ടിസ്റ്റ്, പാട്ടുകാരി എന്നും പറയുന്നത് അർത്ഥമില്ല. നമ്മുടെ ജോലി അതാണ്. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചത്, ഇപ്പം ഞാൻ ഇന്ന് പാടുന്ന ഒരു സ്റ്റൈലായിരിക്കില്ലല്ലോ അടുത്ത ഓഡിയൻസിൻ്റെ അടുത്ത്. അവിടെ ആ ഓഡിയൻസായിട്ടൊരു കമ്മ്യൂണിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തതിൻ്റെ പുറത്തു കൂടെയുള്ള പരിപാടിയും അതിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. കഷ്ടപ്പെടണം, നമ്മള് പണിയെടുക്കണമല്ലോ കാശ് പിടിക്കുമ്പോൾ. പണ്ടൊക്കെ ഈ ലൈവ് ഷോസിൽ ജാസി ഗിഫ്റ്റ് ഒക്കെ വന്നിട്ട് ആ ഒരു ഡാൻസിലും പവർ ഉണ്ട്, പിന്നീട് പിന്നെ പാട്ടിലും എല്ലാത്തിലും പവർ ഉണ്ട്. പക്ഷെ അതല്ല ഇന്ന് കാണുന്നത്. ഇപ്പൊ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കും സ്റ്റേജിൽ, പക്ഷെ പാട്ട് അവിടെ പ്ലസ് ട്രാക്ക് ഇട്ടിട്ടായിരിക്കും മോസ്റ്റ്ലി. എന്താണ് അത് എല്ലാവരും അതിനൊരു കാരണം ഇപ്പം ജാസിച്ചേട്ടനൊക്കെ ജാസിച്ചേട്ടൻ കൂടെയൊക്കെ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. ജാസിച്ചേട്ടനൊന്നും ഒരിക്കലും ഇപ്പോഴും ഒക്കെ എത്ര വയലിൻ ക്രൗഡ് ആണെങ്കിലും പുള്ളി ലൈവേ പാടുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട്, നമ്മൾ തന്നെ പ്രോഗ്രാമിന് മുമ്പ് ഇടയിൽ ഇങ്ങനെ ഈ പ്ലസ് ട്രാക്ക് ഇട്ടിട്ട് അത് കൂടെ ചെയ്യണത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കണം, പക്ഷെ അതിനും ഓഡിയൻസ് ഉണ്ടല്ലോ. എനിക്കതാണ് അതിശയം, എന്തുകൊണ്ട് ഓഡിയൻസ് അത് അങ്ങനെയല്ല പാടണം. എനിക്കൊന്നും ഈ വെസ്റ്റേൺ സിംഗേഴ്സ് അങ്ങനെയാണല്ലോ, ഒരുപാട് അവർ സ്റ്റേജിൽ വളരെ പെർഫോമൊക്കെ ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ ബാൻഡും ഒരു പ്ലസ് ട്രാക്കാണ് ഉപയോഗിക്കുക. അതിനെ നോക്കിയാണ് നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇപ്പം ജാസി ചേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് മാമിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ജാസി ചേട്ടൻ അശ്വാരൂഢൻ എന്ന സിനിമയിൽ. അപ്പം ആ ഒരു വരവ് എങ്ങനെയായിരുന്നു ജാസി ചേട്ടൻ? അത് ട്രാക്ക് പാടിയതാണ്. ഞാനപ്പം എൻ്റെ മോനുണ്ടായിട്ട് ഒരു 50 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ജാസി ചേട്ടൻ പറഞ്ഞ് പാടിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജയരാജ് സാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം ഓക്കെ ആവുകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പാടി. അപ്പോൾ ജയരാജ് സാറ് ഈ കുട്ടിയുടെ വോയിസ് തന്നെ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ജാസി ചേട്ടൻ അത് അങ്ങനെ ചെയ്തു. അപ്പോൾ ജാസി ചേട്ടനായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് അവരൊരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും കൂടി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പാട്ടൊരു തിയേറ്ററിൽ പോയിരുന്ന് സ്ക്രീനിൽ കാണുന്നത് ആ പാട്ടാണ്. അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ട പാട്ടൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഫസ്റ്റ് പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആണല്ലോ. സാധാരണ നമ്മൾ പറയുന്നത് എറണാകുളമാണ് സിനിമയായാലും പാട്ടിനായാലും ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കേരളത്തിലെ എറണാകുളമാണ്. മാം ആ ഒരു എറണാകുളത്ത് ഷോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തേക്ക് ചേക്കുന്നത്. അത് ശരിക്കും കരിയറിനെ ബാധിച്ചിരുന്നില്ലേ? അല്ല, അത് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. കാരണം ഞാൻ എറണാകുളത്ത് ഈ പറഞ്ഞ പോലെ നല്ല ഫുൾ ഓണായിട്ട് നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിയുന്നു. പക്ഷേ ഇവിടെ അപ്പോഴേക്കൊരു കോർപ്പറേറ്റ് കൾച്ചർ ഫുള്ളായിട്ട് മൊത്തത്തിലൊരു മാറ്റം ആ സമയത്ത്. ഇവൻറ്റ് കമ്പനീസ് ഒത്തിരി വരുന്നു, ഒരു പ്രോഗ്രാമിൻ്റെ സ്വഭാവമേ മാറി. അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ആ സമയത്ത് പോയപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് കുറച്ച് നല്ല പരിപാടികളും നല്ല കുറേ കണക്ഷൻസ് അവിടെ വന്നു. ഞാൻ എം ജയചന്ദ്രൻ ചേട്ടനെ പരിചയപ്പെടുന്നു അവിടെ വെച്ച്.
ചേട്ടൻ്റെ പ്രോഗ്രാംസിന്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു അടുത്ത ലെവലിലേക്കാണ് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. അവിടെ നിന്നുള്ള കോണ്ടാക്ട്സ് വെച്ച് ഞാൻ വിദേശത്തൊക്കെ കുറേ ഷോസിന് പോയി, US ഒക്കെ പോയി, UK എല്ലാ സ്ഥലത്തും പോയി. പിന്നെ ഈ അവാർഡും വന്നപ്പോൾ അപ്പം അവിടെയുള്ളവർ പറയേ പത്മനാഭൻ്റെ മണ്ണിൽ വന്ന അതിന്റെ ഭാഗ്യമാണ്. അങ്ങനെയും കൂടി പറയാം. അപ്പോൾ എനിക്കെന്തോ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജനിച്ച സ്ഥലമല്ലേ എറണാകുളം. എനിക്ക് എൻ്റെ ശ്വാസം ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ വർക്കിനൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വേറെ അവിടെ വെച്ചു. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഹസ്ബൻഡും മോനും, ഹസ്ബൻഡ് പ്രോപ്പർ ട്രിവാൻഡ്രം തിരുവനന്തപുരത്തുകാരനാണ്. പിന്നെ മോൻ ഇപ്പം ബാംഗ്ലൂർ പഠിക്കാൻ പോയി. അപ്പം ഇനിയിപ്പം ഇങ്ങോട്ട് വരുമോയെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ആ ചേഞ്ച് നല്ലതായിരുന്നു. അതാ ഞാൻ പറയാം, ചിലർക്ക് ചില സ്ഥലങ്ങൾ രാശി, ചിലർ ചെന്നൈയിലൊക്കെ പോയിട്ട് ഒന്നും ആവാതെ തിരിച്ചു വരത്തില്ലേ. അപ്പം അങ്ങനെ അനുഭവം ഉണ്ട്. എനിക്കെന്തോ തിരിച്ചായിരുന്നു അനുഭവം. ഇപ്പം മാമിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഒരു പെൺകുട്ടി ഗാനമേളയിൽ പാടാൻ പോകുന്നു എന്ന് പറയുമ്പം എല്ലാവർക്കും അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും. അല്ല, ഇന്നത്തെ അത്ര അക്സെപ്റ്റൻസ് അന്നൊന്നും ഇല്ലല്ലോ. ഈ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊക്കെ ഒരു സമയമാണ്. ഞാനും അമ്മയും എൻ്റെ ചേട്ടനും മുത്തശ്ശനും അമ്മമ്മയും, അതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ ഇല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അൺടൈമിലൊക്കെയാണ് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വരുന്നതും. കൊണ്ട് വിടുന്ന ആൾക്ക് പല വണ്ടികളായിരിക്കും ഞങ്ങളെ കൊണ്ടുവിടുന്നത്. അതൊന്നും എല്ലാവർക്കും ഒന്നും അത്രയും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കുടുംബത്തിലെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ അമ്മമ്മയും മുത്തശ്ശനും ഒക്കെ വളരെ എപ്പോഴും കൂടെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഫാമിലിയിൽ മറ്റ് ചിലർക്ക് അതിനോട് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും മോശം അനുഭവങ്ങളോ? അമ്മയാണ് കൊണ്ട്. അപ്പം എനിക്കും അമ്മയ്ക്കും അങ്ങനെ ഒരു മോശം അനുഭവം എന്ന് പറയാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ കളമശ്ശേരി താമസിക്കുമ്പോൾ ഗാനമേളയുടെ വണ്ടിയിലാണ് ഞങ്ങൾ രാത്രി 2 മണി 3 മണി ആ സമയത്തൊക്കെ അൺടൈമിൽ ഞങ്ങൾ നടന്നാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് നടന്നാണ് വീട്ടിലേക്ക് വരണേ. അപ്പോൾ എൻ്റെ അമ്മ കയ്യിൽ എപ്പോഴും ഒരു ഇരുമ്പിൻ്റെ സാധനം കയ്യിൽ വെക്കുമായിരുന്നു. എന്നുവെച്ചാൽ സേഫ്റ്റിക്ക്. ഒന്നും വന്നിട്ടല്ല, ഒന്നും നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇത്രയും വർഷം ഞാനും അമ്മയും പോവാത്ത സ്ഥലങ്ങളില്ല, ഞങ്ങൾ സഞ്ചരിക്കാത്ത വഴികളില്ല. ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു വന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വാഹനമോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരാൻ ആളോ ഒന്നുമില്ല. നമ്മളങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഏതെങ്കിലും ബസ്സിൽ കയറും, ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലിരിക്കും, അവിടെ കൊതുകടിയും കൊണ്ടിരിക്കും, അടുത്ത ബസ്സിന് പോവും. ഇങ്ങനത്തെ ഒരു സമയമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇല്ല, നമ്മൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ മോശപ്പെട്ട അനുഭവമൊന്നുമില്ല. എപ്പോഴും നമുക്ക് ആൾക്കാർ തുണയായിട്ടേ എനിക്കും അമ്മയ്ക്കും വന്നിട്ടുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ചങ്ങമ്പുഴ നഗറിൽ സ്ഥിരമായി ഈ ഒരു അമ്മയും കുഞ്ഞും ഈ 2 മണി 3 മണിക്ക് ഇങ്ങനെ പോകണം കണ്ടിട്ട് ഒരു ദിവസം ഫ്ലൈയിങ് സ്ക്വാഡ് ജീപ്പ് ഞങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങളെന്താ ഈ എല്ലാ ദിവസവും ഈ വഴി കൂടെ എന്ന് വെച്ചാൽ അന്നൊക്കെ ഈ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞൊരു സീസണൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഗാനമേള കഴിഞ്ഞിട്ട് വരികയാണ്. അയ്യോ ചേച്ചി, ഞങ്ങൾ കൊണ്ടാക്കാം, കയറിക്കോന്ന് പറഞ്ഞു. അവരാണ് നമ്മളെ പിന്നെ ജീപ്പിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഇറക്കും. അങ്ങനെയൊക്കെ നോക്കും നല്ല കുറേ മെമ്മറീസേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും പറയാനില്ല. ഇപ്പം അമ്മയും പ്രൊഫഷണൽ സിംഗർ ആണല്ലോ. അമ്മയുടെ വളരെ ചെറുപ്പകാലത്തിൽ ഇതൊക്കെ ആയിരുന്നു. പണ്ട് എറണാകുളത്തെ പഴയ തമ്മനം, പാലാരിവട്ടം ആ ഏരിയയിലൊക്കെ കുറച്ച് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതിലൊക്കെ പാട്ടുകാരിയായിരുന്നു. നാടകവും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഏജ് ആയപ്പോഴേക്കും അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പം അമ്മ എങ്ങനെയാണ് മാമിൻ്റെ പാട്ടുകളൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാറ്? അമ്മയാണല്ലോ ആദ്യത്തെ ക്രിട്ടിക്. എന്ത് നല്ലതും ചീത്തയൊക്കെ അമ്മയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് ഞാൻ പാടിയാലും അമ്മയ്ക്ക് ആദ്യം അയക്കും, അമ്മയാണത് പറയുക. പിന്നെ കൊച്ചിലെയാണത് കുറച്ചും കൂടി. എന്നുവെച്ചാൽ അമ്മയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ശിക്ഷണവും ഷാർപ്പായിട്ടുള്ള. ഇന്ന് കുട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് എൻ്റെ മോനൊന്നും അനുസരിക്കണില്ല. പക്ഷെ അമ്മ ഇങ്ങനെ ഒരു നോട്ടത്തിൽ അമ്മ ഇങ്ങനെ എന്നെ അനുസരിപ്പിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കലോത്സവങ്ങളാണ്, യൂത്ത് ഫെസ്റ്റിവൽ, സ്കൂള്, കോളേജ്. ഞാൻ ആലോചിക്കും ആഹാരം പോലും ചിലപ്പോൾ നമുക്ക് സമയത്ത് ഒന്നും കിട്ടാറില്ല. ചിലപ്പോൾ ആഹാരം ഉണ്ടാവില്ല. പക്ഷെ അമ്മ പറഞ്ഞു പാടിയിട്ട് മതി പറഞ്ഞാൽ ശരി, പാടിയിട്ട് മതി. അങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്യിപ്പിക്കലൊക്കെ. അമ്മ അങ്ങനെയായിരുന്നു.
ഇപ്പോഴും. അപ്പോൾ ആദ്യത്തെ ക്രിട്ടിക്കും ഇപ്പം അന്നും ഇന്നും എന്നൊക്കെ അമ്മ തന്നെയാണ്. ഒരേ ക്രിട്ടിക്കാണ്. അപ്പം സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കഥകളും ഒക്കെ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല പഠിക്കാനും. അപ്പം ഔസേപ്പ് അച്ഛനായാലും ഇപ്പം പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഗോപി സുന്ദർ ആയാലും ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തു. അപ്പം അതിൽ നിന്നൊക്കെ തന്നിലെ പാട്ടുകാരിയെ എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്, അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ? അല്ല, ഓരോരുത്തരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വലിപ്പ ചെറുപ്പങ്ങൾ ഞാനല്ല, നമ്മൾ നോക്കരുത്. സീനിയേഴ്സായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, ശ്യാം സർ, അങ്ങനെ ജെറി മാസ്റ്റർ, ഇങ്ങനെയുള്ള നമ്മുടെ പഴയ ആ ഒരു അവരുടെ കൂടെ അർജുനൻ മാസ്റ്റർ വർക്ക് ചെയ്യാനും പറ്റി. ഏറ്റവും പുതിയ സംഗീത സംവിധായകരുടെ കൂടെയും മ്യൂസീഷ്യൻസിൻ്റെ. അപ്പോൾ അതെല്ലാം ഓരോന്നും എനിക്ക് പലരും പല കാര്യങ്ങളാണ് നമ്മൾ അതിശയിച്ചപ്പം. ഇപ്പം ബിജി ബാലൻ്റെ അടുത്ത് പാടാൻ പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. ബിജുചേട്ടൻ പാട്ടെടുക്കുന്ന രീതിയും പാട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ഇത്. ഗോപിച്ചേട്ടന് വേണ്ടി പാടിയപ്പോഴും നമുക്ക് അത്രയും ഒരു ഇതിലാണ് ഗോപിച്ചേട്ടൻ വോയിസ് എടുക്കുന്നത്. എന്ത് അത് ആ ഷാർലിയിലെ സ്നേഹം നീ നാഥ, അത് ഒരു സ്റ്റുഡിയോയിൽ പോലും അല്ല അത് പാടിയത്. അതൊരു കമ്പോസിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മൈക്ക് എടുത്ത് വെച്ച് പാടിച്ചതാണ്. അതാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അതിശയം, ഇതെങ്ങനെ ഇനിയിപ്പം പാടാൻ വേണ്ടി എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കുമായിരിക്കുമോ, ഇത് വെറുതെ പാടാനാണോ? അപ്പം പറഞ്ഞില്ല, അത് തന്നെയാണ് പാടിയത്. അപ്പം ഇതൊക്കെ അതൊക്കെ ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഇതാണ്. പിന്നെ ഏറ്റവും നമ്മളെല്ലാവരും ആരാധിക്കുന്ന വിദ്യാസാഗർ സാറിൻ്റെ വിദ്യാജിയിലൂടെ വർക്ക് ചെയ്തു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗ്യമായിരുന്നു. നമ്മൾ പുതിയ തലമുറ സിനിമകളിലേക്കും പാട്ടുകളിലേക്കും വരുമ്പം പണ്ടത്തെ പോലെ അല്ല, അധികം രാഗം ബേസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല പുതിയ മ്യൂസീഷ്യൻസ് ഒന്നും അധികവും ചെയ്യുന്നത്. അവർക്ക് ആ ഒരു റൂൾസിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം പാട്ടുകളൊക്കെ വരുവാണെങ്കിൽ എങ്ങനെയാ സ്വീകരിക്കുകയോ? അല്ല, അങ്ങനെ ഇന്ന രാഗം ത്തിലായിരിക്കണം പാട്ടുകളെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയണ അല്ലെങ്കിൽ മ്യൂസീഷ്യനെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ രാഗ ബേസ്ഡാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ എല്ലാവർക്കും അങ്ങനെ കമ്പോസ് ചെയ്യണത് രാഗ ബേസ്ഡ് ഒന്നുമായിട്ട് ആരും അങ്ങനെ അധികം ചെയ്യാറില്ല. എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. പുതിയ ആൾക്കാരുടെ പാട്ടുകളൊക്കെ നമുക്ക് ആ ഒരു ഫീലാണ് മെയിനായിട്ട്, എന്ത് ഇമോഷനാണ് അവർ ഉദ്ദേശിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇതാണ്. പിന്നെ നമ്മൾ ഈ രാഗങ്ങൾ അറിഞ്ഞ് കമ്പോസേഴ്സിന് വേണ്ടി പാടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അത് രാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഫ്രെയിമുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർ പിടിക്കുകയും ചെയ്യും. അപ്പോൾ രാഗജ്ഞാനമൊക്കെ ഉള്ളവരാണ് കമ്പോസേഴ്സിന് നമ്മൾ അതനുസരിച്ച് വേണം പ്രിപ്പയർഡായിട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലേക്കൊക്കെ നോക്കുമ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോഴത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒക്കെ ഭയങ്കര ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ചേഞ്ച് മാമിൻ്റെ ഒരു കരിയറിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ് ഓർക്കണേ, ഫുൾ ഓർക്കസ്ട്രയിൽ ലൈവ് റെക്കോർഡിംഗ് ആണ് ഞാൻ ആദ്യം പാടുന്നത്. അതായത് സിംഗറും തബലിസ്റ്റും മറ്റേ എല്ലാവരും ഒരു സമയത്ത് ഇരുന്നിട്ട് ഒരാൾ കണ്ടക്ട് ചെയ്യും. ഒരാൾ തെറ്റിയാൽ രണ്ടാമത് ടേക്ക്. അപ്പം അതിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എന്താ പറയുക, ആരാണ് കൂടെ പാടിയെന്ന് പോലും അറിയില്ലാത്ത ഒരു ഇതിലേക്ക് ടെക്നോളജി വളർന്നു. അപ്പോൾ അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അതായത് ട്രാക്ക് സിസ്റ്റം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു റെക്കോർഡിങ്, ട്രാക്ക് സിസ്റ്റം തുടങ്ങി അതിനത് മൾട്ടി ട്രാക്ക് ആകുന്നു. പിന്നെ എന്താ പറയുക, വേറൊരു ലെവലിലേക്ക് ഇപ്പോൾ AI വരെ നമ്മുടെ ടെക്നോളജിയിൽ വന്നു. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ ഇത് തോന്നുന്നുണ്ട്. അതൊക്കെ ലൈവ് പാടുമ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അത് നമ്മളൊരു തെറ്റിച്ചാൽ ഇത് രണ്ടാമത് പോവുമല്ലേ. അപ്പോൾ അത്രയും ഒറ്റ ടേക്കിന് അത് പെർഫെക്റ്റ് ആയിട്ട് പാടണം എന്നുള്ള ഒരു ഇപ്പോൾ പക്ഷേ വളരെ ഇതാണല്ലോ, നമ്മുടെ ഓരോ അക്ഷരം വരെ പെറുക്കി എടുത്ത്. അതിപ്പോൾ ഓട്ടോ ട്യൂണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം പാടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയൊരു സൗണ്ടിലൊരു വേരിയേഷൻ വന്നാൽ പോലും ഓട്ടോ ട്യൂണിട്ട് ശരിയാക്കാമെന്ന്. അത് ശരിക്കും ഒരു മ്യൂസിക്കിന് എങ്ങനെയാണ് മാമിനെ നോക്കി കാണുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കും? സിംഗർ വെച്ച് നോക്കുമ്പോൾ അത് നല്ലതല്ല. കാരണം നമ്മളൊക്കെ അത് പാടി ക്ലീൻ ആക്കാൻ പറ്റണം. ഒരു സിംഗറിന് ശ്രുതി ഷാർപ്പോ ഫ്ലാറ്റോ ആയാലും അത് സെൻസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റണം സിംഗറിന്.
എന്നിട്ട് ഇപ്പം ഇപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒരുപാടുണ്ട്, നമുക്കിപ്പോൾ ഒരുപാട് സൗണ്ട് എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വ്യഗ്രതയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വെലടയും ചെയ്യാനും അവർക്ക് വർക്ക് ചെയ്യണ്ടേ. നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ ശ്രുതി ചേരാതെ വിട്ടാൽ പറയും അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ വരച്ച് ശരിയാക്കിക്കോളാം എന്ന് ചിലർ പറയും. പക്ഷേ ഒരു പാട്ടുകാരെപ്പോഴും നമ്മൾ തന്നെ അത് ചേർത്ത് പാടുക, മാക്സിമം ചേർത്ത് പാടുക, ബാക്കി അവർ ചെയ്തോളും. മാം ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കോ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണലിസം ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആരെയാണ് ഒരു റോൾ മോഡലാക്കാൻ തോന്നിയിട്ടുള്ളത്? എനിക്കെപ്പോഴും ചിത്ര ചേച്ചി തന്നെയാണ്. അത് കുറേ പേർക്ക് അറിയാൻ തോന്നും. കാരണം ചേച്ചി ഞാനിങ്ങനെ ചേച്ചിയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ പാടിയിട്ടുണ്ട്, ഇപ്പോഴും പാടാറുണ്ട്. ചേച്ചിയായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ പ്രോഗ്രാമിന് കഴിഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങനെ അടുത്തൊരു ക്ലാസ് പുതിയ പാഠങ്ങൾ പഠിച്ചിട്ടാണ് വരണത്. ഇത്രയും പാടി ഇത്രയും സീനിയോറിറ്റി ആയിട്ട് ഇപ്പോഴും ചേച്ചിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പാട്ട് എല്ലാം വെച്ച് നോക്കേണ്ട ചേച്ചി ഒരു റോൾ മോഡലാക്കാൻ പറ്റിയൊരു സിംഗറാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പാടിയിരിക്കുന്ന സിംഗേഴ്സിൽ SPB സാറും ഇതേപോലെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു എല്ലാവരെയും ഇത്രമാത്രം ആർട്ടിസ്റ്റുകളെ ബഹുമാനിക്കുകയും. ഞാൻ പറയണത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലല്ല കേട്ടോ, ഇപ്പം അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ വേറൊരു ബാൻഡ് ഷോസിനൊക്കെ എനിക്കറിയില്ലാത്ത എങ്ങനെയാണ്. പക്ഷേ സാറിൻ്റെയൊക്കെ ആ ഒരു ഇത് തന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. എന്തോ ദൈവ തുല്യനായിട്ടുള്ളൊരു ഗായകനല്ലേ, അദ്ദേഹത്തിന് എന്തിനാണ് നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് വന്നിട്ട് സാറ് പറയും, ഞാനിങ്ങനെ ഒരു ദിവസം ഒരു പാട്ട് പാടാൻ വേണ്ടി ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ പേടിച്ചിങ്ങനെ ഞാനിങ്ങനെ വിറയ്ക്കാണ്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറയണ, യു ആർ ആശാജി ടുഡേ റൈറ്റ്. അതായത് ഞങ്ങൾ ആശാജിയും ദീവാന ഹുവ ബാദല പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പോൾ യു ആർ ടുഡേ ആശാജി റൈറ്റ്. അപ്പോൾ തന്നെ നമ്മൾ ചിരിക്കുകയല്ലേ പെട്ടെന്ന്. അപ്പോൾ ആ ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി പറയാം, ആശാജി പ്ലീസ് പാർഡൺ മീ ഇഫ് ഐ മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ ചിരിയായി. എന്നിട്ട് ഓക്കെ ഓക്കെ സ്റ്റാർട്ട്. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, പാടിയിട്ട് പോയപ്പോഴേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വളരെയധികം ഇപ്പം സിനിമയിലേക്ക് വരാനാണെങ്കിലും മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരാനാണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ ഭാഗമാണ് സോഷ്യൽ മീഡിയ, നമ്മുടെ കഴിവുകൾ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് മാമിൻ്റെ കരിയറിലും ഇപ്പോഴും കാരണം ഒരുപാട് പഴയ പാട്ടുകാരും ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാക്കി വരുന്നു, പുതിയ കുട്ടികളും. അപ്പം കടന്നു വരുന്ന കുട്ടികളെടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കുക, അങ്ങനെ പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പം ഫുള്ള് നമ്മളെ റൂൾ ചെയ്യണത് ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പം ആക്ച്വലി പുതിയ വരുന്ന കുട്ടികൾ എനിക്ക് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് വരെ ഞാൻ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഞങ്ങൾ കുറച്ച് പേര് വരെ പാട്ടുകാരെന്നുള്ളതിൽ നമുക്ക് കിട്ടി, ഒരു റെക്കഗ്നീഷൻ കിട്ടി. പിന്നെ വരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കണ്ടന്റ് ഇട്ടാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ ചെയ്തോണ്ടേ അത് അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ അല്ലേ? കാരണം പണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം അവർ അതിൽ ഇപ്പം വെറുതെ ഒരു വീഡിയോ എടുക്കുന്നില്ല, ആ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് രസമായിട്ടാണ് അത് എഡിറ്റ് ചെയ്യണം, അത് വേണ്ട രീതിയിൽ അവരത് ചെയ്ത് അവർക്ക് അതിൽ കൂടെ തന്നെ ഒരു കരിയർ. ഇപ്പം സിനിമയിൽ പാടണം എന്നില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആവാം, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു ശ്രദ്ധിക്കുന്ന രീതിയിൽ പാടിയിടുമ്പോഴേക്കും അത് ക്ലിക്കാകുമ്പോൾ അവർ അതേ പാത തുടർന്ന് അങ്ങനെ അവർക്കൊരു എന്താ പറയുക പുതിയ വഴി കൂടെയാണ്. പക്ഷെ അത് സെയിം ടൈം കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ട്, ചേച്ചി നമുക്ക് ചിലപ്പം എത്ര നാളാണ് നമ്മളിങ്ങനെ കവേഴ്സ് പാടി അല്ലെങ്കിൽ ചെയ്ത് ഒരു അങ്ങനെയും ഉണ്ട്, ഒരു സംഭവം കൂടി ഉണ്ട് അവർ എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിരിക്കണേ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പാടും, പക്ഷെ സ്റ്റേജിൽ പാടുമ്പോൾ ശരിയാവുന്നില്ല. അല്ലെങ്കിൽ അതിൽ ഇപ്പം അങ്ങനെ ഒരു സാധനം പാടാൻ മാത്രം അവർ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ലൈവ് വരുമ്പോഴേക്കും അവിടെ അത് അപ്പം അങ്ങനെയുള്ളൊരു എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പുതിയ ആൾക്കാരോട് ഞാൻ പറയും, അതും പ്രാക്ടീസ്, അതൊരു വേറെ തന്നെ പ്രാക്ടീസാണ് ലൈവ് പാടുക എന്നുള്ള. നിങ്ങളതും കൂടി ചെയ്യണം. ഇത് മാത്രം നമ്പർ ഓഫ് വ്യൂവേഴ്സും ഷെയറും മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ തൽക്കാലം ഇപ്പോൾ സന്തോഷമാവുമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ
എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പം ഓണത്തിനെ കുറിച്ച് നമ്മൾ ഓണപ്പാട്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പണ്ട് ഒരുപാട് ഓണപ്പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തരങ്കിണിൻ്റെ, യേശുദാസ് സാറിൻ്റെയും ചിത്ര ചേച്ചിയുടെ ഒക്കെ കുറച്ച് പാട്ടുകൾ അത് ഭയങ്കര ഹിറ്റാവുന്നു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പുതിയ കാലത്തിലേക്ക് വരുമ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഓരോ പാട്ടുകളാണ്. അപ്പം മ്യൂസിക് ഡയറക്ടർ അപ്പോൾ പുതിയ പാട്ടില്ലേ, നിങ്ങളുടേതായ സ്പെഷ്യൽ ഓണപ്പാട്ടില്ലേ എന്നുള്ള ഒരുപാട് പാട്ടുകളാണ്. അപ്പം ആ ഒരു ചേഞ്ച് മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചേഞ്ച് ഈ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ ഓണത്തെ സമയത്ത് വരണമെങ്കിലും ഇപ്പോഴും ആ തരങ്കിണിയുടെ ഉത്രാടപ്പൂനിലാവയൊക്കെ ഇല്ലാതെ ഒരു ഓണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ പാട്ടുകൾ തന്നെയാണ് ഇങ്ങനെ മരണമില്ലാതെ നിൽക്കുന്നത്. പാട്ടുകൾ തന്നെയുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ പുഴയുടെ തീരത്ത് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാവരും പാടി നടന്നൊരു പാട്ട് അതാണെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലൊക്കെ ഞാൻ പറയുന്ന ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആ പഴയ തരങ്കിണിയുടെ ഓണപ്പാട്ട്, ഉത്രാടപ്പൂനിലാവയൊക്കെ വായ്പാട്ടാറ്റിൽ വള്ളംകളിയൊക്കെ ഇല്ലാതെ ഒരു ഓണം ഉണ്ടോ? അതാണ് എൻ്റെ മനസ്സിൽ. കൂടുതൽ ഓണപ്പാട്ടുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നാണോ? എന്താണ് ഈ കൂടുതൽ വരുന്നതുകൊണ്ടാണോ ശ്രദ്ധിക്കപ്പെടാത്തതെന്ന് എനിക്കറിയില്ല. കാരണം ആ വരികൾ ഒക്കെ തമ്പിസാർ എഴുതിയ വരികളാണ്, അത് രവീന്ദ്ര മാഷിൻ്റെ മ്യൂസിക്കാണ്. അതിനൊന്നും വെല്ലാനുള്ള ഒരു സംഭവങ്ങളൊന്നും വരണില്ല. അതൊരു സത്യമല്ലേ? നമ്മൾ എത്രയൊക്കെ അഡ്വാൻസ്മെൻറ്റ് നടത്തിയാലും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണേ, അത്രയും അതിനെ കടത്തി വെട്ടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത് തന്നെയാണ് കാരണം. അതവിടെ നിൽക്കുകയാണെങ്കിൽ മല പോലെ നിൽക്കുകയാണ്, ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മാമിൻ്റെ ഒരു ഓണം ഓർമ്മകളിലേക്ക് ഒന്ന് പോയി വന്നാലോ? ഓണം ഓർമ്മകൾ വെച്ചാൽ ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ്. അറിയാലോ, തൃക്കാക്കര അമ്പലം ഓണ സമയത്ത് ഏറ്റവും പ്രധാന ഉത്സവമുള്ള അമ്പലമാണ്. അപ്പം ഓണത്തിൻ്റെ സമയത്ത് അമ്പലത്തിൽ പോകുന്നതും പൂക്കളം ഇടുന്നതും പിന്നെ തൃപ്പൂണിത്തുറ അത്തച്ചമയം അതിനൊക്കെ കലാമത്സരങ്ങളാണ്, പാട്ട് മത്സരമാണ് മെയിൻ. ഓണക്കാലത്ത് കുറേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളിൽ പാട്ട് മത്സരം ഉണ്ടാകും. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ഓരോ ദിവസം പോയി പാടി സമ്മാനം മേടിക്കുക, പിന്നെ ഈ അമ്പലത്തിൽ പോവുക, ഇങ്ങനെയുള്ള എപ്പോഴും പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ഓണം ഓർമ്മകൾ. എന്നും എപ്പോഴും മലർവാകക്കൊമ്പത്ത് നിന്നുള്ള പാട്ട് പാടുന്നത് ഒരു ഓണക്കാലത്താണ്. ഓണത്തിൻ്റെ അന്നാണ് വിദ്യേജി എന്നെ പാടാൻ വിളിക്കണേ. അങ്ങനെ ഞാൻ അന്ന് സദ്യ ഒന്നും ഉണ്ടില്ല. അപ്പം സാറിനോട് ചോദിച്ചു, അയ്യോ ഇന്ന് ഓണമല്ലേ, നിനക്കൊന്നും കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, സാറിൻ്റെ പാട്ട് തന്നെ എനിക്ക് ഒരു ഓണസദ്യയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതും എടുത്ത് പറയണം. അതൊക്കെയാണ് ഓണം ഓർമ്മകൾ. അപ്പം നമുക്ക് വിദ്യാജിയുടെ ആ പാട്ടൊന്ന് പാടിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മലർവാകക്കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ പുണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ. അപ്പം ഓണക്കാലമാണിത്, എല്ലാവരും ആഘോഷത്തിൻ്റെ നാളുകളൊക്കെയാണ്. അപ്പം മാമിൻ്റെ ഒരു ഓണപ്പാട്ട് കൂടെ ആയിക്കോട്ടെ നമുക്ക്. ഓക്കെ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടൊരു ഓണപ്പാട്ടാണ്. എല്ലാവരും അധികം ആൾക്കാർ പാടാറില്ല. നാവിൽ കൊതിയൂറുന്നൊരു ഓണപ്പാട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പാടുമ്പോൾ മനസ്സിലാവും കേട്ടോ. ചെറുശേരി തൻ പ്രിയരിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും വൈലോപ്പിള്ളി തൻ മാമ്പഴക്കാളനും വിളമ്പിക്കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. ശരിയല്ലേ? ശരിയാണ്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഈ സദ്യയെ കുറിച്ച് അങ്ങനെ നോക്കും സാഹിത്യത്തിലേക്ക്. അതെ അതെ, ചെറുശ്ശേരി പ്രിയ എരിശ്ശേരിയും അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് കുറേ കാര്യങ്ങൾ, കുറേ സാധാരണ ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. താങ്ക് യു. അപ്പോൾ താങ്ക് യു.